പക്ഷെ അതുകൊണ്ട് തന്നെ അത് മഴക്കാലത്താണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാവണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോൾ എങ്ങനെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ അത് നോക്കേണ്ടത്. അപ്പോൾ ഡ്രൈവറെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ലോഡ് കൂടുതലില്ല. നമുക്കിപ്പോൾ അത്ര കാര്യങ്ങൾ പെട്ടെന്ന് പ്രാഥമികമായിട്ട് ചെയ്യാൻ അത്ര കാര്യങ്ങളെ പറ്റുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ലോഡ് കൂടുതലില്ല, പാസിംഗ് ലോഡേ ഉള്ളൂ. വേഗതയൊക്കെ നമുക്ക് പിന്നീട് നോക്കിയിട്ട് നമുക്കത് കണ്ട് അതിൻ്റെ GPS മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കും. അത് നോക്കിയതിന് ശേഷം റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ അത് മാറി വീണ്ടും പഴയ രീതിയിലേക്ക് മിനിസം വന്നു എന്നാണ് ഒരു നാട്ടുകാർ. റെഫറൻസ് ആൾറെഡി ആദ്യഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ മഴ കൂടി വന്ന സമയത്തുള്ള ഈ ചാറ്റൽ മഴ വരുമ്പോൾ ഒരു ഹൈഡ്രോപ്ലെയിൻ, ഇപ്പോൾ നമ്മൾ ഈ ടൈൽസിലൊക്കെ ഇത് പറ്റുന്ന പോലെ ഒരു സംവിധാനം മറ്റേ ആപേക്ഷികമായിട്ട് വരും, ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇതിൻ്റെ ആൻസറല്ല. ഈ ഓപ്പോസിറ്റ് വരുന്ന വേറൊരു വാഹനം ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടുത്തുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലല്ലോ, അതിൻ്റെ ബാക്കി അത് നോക്കുന്നുണ്ടോ, പോലീസ് നോക്കുന്നുണ്ടോ? ശരി, ഇല്ല, ഡ്രൈവർ ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്, അവരെ നമ്മൾ മറ്റേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കി നോക്കും. ഇപ്പോൾ പോലീസ് തന്നെ അതിൻ്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, നമ്മളിതിൻ്റെ ബാക്കി നടത്തും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർ നാളത്തെ മീറ്റിങ്ങിൽ ബാക്കിയുള്ള പെട്ടെന്നുള്ള സഡൻ കാര്യങ്ങൾ ചെയ്യും. മാഡം പ്രത്യേകം വിളിച്ചിരുന്നു, അത് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ.